നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഈ ഒരു വട്ടം കൂടി മാത്രമേ ഗോപാലകൃഷ്ണൻ ശാരദയുടെയും മക്കളുടെയും ജീവിതത്തിൽ ഇടപെടൂ. വീണ്ടും ഒരു വട്ടം കൂടി അതിനെന്നെ നിർബന്ധിക്കരുത്. ശാരദ പൊയ്ക്കോളൂ. കുടുംബശ്രീക്ക് മേലെ പുതിയൊരു പ്രഭാതമുണ്ടാകും. സുസ്മിതയെ കൊണ്ടുള്ള ശല്യം ഒരു വിധത്തിൽ ഒതുങ്ങിയല്ലോ എന്ന് കരുതിയിരുന്നത്. അതിനു പിന്നാലെ ഇപ്പൊ അവളുടെ അമ്മ. ശാലിനിക്കും വിഷ്ണുവിനും ഒരു കാലത്ത് മനസമാധാനം കൊടുക്കില്ല എന്ന് തോന്നുന്നു. സുസ്മിതയുടെ അമ്മയെ സത്യമ്മ എന്തിനോ ഭയക്കുന്നുണ്ടമ്മേ. അതെന്തിനാണെന്ന് കുഞ്ഞീച്ചിക്കും വിഷ്ണുവേട്ടനോടൊക്കെ ആർക്കും പിടികിട്ടുന്നില്ല. സാറേ, ശാരദാമേ, എന്തു പറ്റി കുറുപ്പ് സാറേ? ഒന്നും പറ്റിയതല്ല ശാരദാമേ, പറ്റിയതൊന്നും പറയാനുമില്ല. എന്താ കുറുപ്പ് സാറേ? ശാരദാമ ഇതൊന്ന് വായിച്ചു നോക്കിയേ. അയ്യോ, ഇത് ശാലിനിയല്ലേ? നോക്കടേ, ശാലിനിയുടെ പടം. എന്താടി, അവളെന്തേലും കുഴപ്പമുണ്ടാക്കിയോ? അവളുടെ പടം എന്തിനാ പത്രത്തില്? കുഴപ്പം തന്നെയമ്മേ, വലിയ കുഴപ്പമാ. കുഞ്ഞേച്ചി കളക്ടർ പരീക്ഷ ജയിച്ചമ്മേ, അത് 2 റാങ്ക്. ഈശ്വരാ, സത്യം? നുണ പറയാനാണെങ്കിൽ എന്തിനാ ശാരദാമേ ഞാനിങ്ങനെ രാവിലെ ഇവിടെ വരെ മെനക്കെട്ട് വരുന്നത്? ഇവളിൽ എനിക്കൊരു മകൻ പിറക്കും. അവനെ ഞാൻ IAS ഓഫീസറാക്കൂടി. നിന്റെയൊക്കെ തലയ്ക്ക് മുകളിലൂടെ പറക്കുന്ന കളക്ടർ. ഇത് സാക്ഷിയാക്കി പറയാ. ആൺമക്കളെ തേടി പോയിക്കോ ഗോപാലൻ. പക്ഷേ ഒരു പെണ്ണിനെ കൊണ്ട് എന്താവുന്നു, പെൺമക്കളെ കൊണ്ട് എന്താവുന്നു കാണിച്ചു തരും കാലം. ഓളെ വിശ്വസിക്കാനാവുന്നില്ല. സത്യമേ, ദേ നോക്കേ. ഇന്ന് രാവിലെയാ UPSCയുടെ വെബ്സൈറ്റിൽ റിസൾട്ട് വന്നത്. അതും പുലർച്ചെ. ലാസ്റ്റ് എഡിഷനിലുള്ള പത്രങ്ങൾ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. ശാലിനിയുടെ ഫോട്ടോ അവര് ഹാൾ ടിക്കറ്റിൽ നിന്നോ മറ്റോ ഒപ്പിച്ചതാണെന്ന് തോന്നുന്നത്. അമ്മേ, നമുക്കെന്താ ചെയ്യണ്ടേ? കുറുപ്പ് സാറേ, അവള് ശാലിനി ഇത് അറിഞ്ഞിരിക്കാൻ വഴിയുണ്ടോ? ഒരു സാധ്യതയില്ല ശാരദാമേ. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് എഡിഷൻ പത്രങ്ങളിൽ മാത്രമേ വാർത്ത വന്നിട്ടുള്ളൂ. റിസൾട്ട് പുറത്തുവിട്ടത് ഇന്ന് പുലർച്ചെയാ. അപ്പൊ ഒരു കാരണവശാലും ശാലിനി അറിഞ്ഞിരിക്കാൻ സാധ്യതയില്ല. അമ്മേ, നമുക്കിതാദ്യം കുഞ്ഞിച്ചി അറിയിക്കണ്ടേ? വേണം മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.